ഹലോ ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിതേ നമ്മൾ ചെയ്യുന്നത് അമ്പുട് കുഞ്ഞിൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. കുറച്ച് പഴയതാണ്, പക്ഷേ ഗാലറി കിടന്നായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ ഇത് ഡിലീറ്റ് ചെയ്ത് കളയാനായിട്ട് എനിക്ക് തോന്നിയില്ല. അന്നൊന്നും എനിക്ക് ഇടാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അമ്പുടി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് കേട്ടോ. അത് ഞാനും ഷായിക്കായും അമ്പുടി കുഞ്ഞും ഒരുമിച്ച് ആഘോഷിക്കണം എന്നൊക്കെയായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ ഇക്കാക്ക് വരാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് ഉള്ള രീതിയിൽ നമ്മൾ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അമ്പുടി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അതേ രാവിലെ തന്നെ നമ്മുടെ അമ്പുടി കുഞ്ഞിനാണെങ്കിൽ കുറച്ച് മിഠായിയൊക്കെ കൊണ്ട് കൊടുത്തു കേട്ടോ. അമ്പുടി കുഞ്ഞിനാണെങ്കിൽ മിഠായി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഹാപ്പി ബർത്ത്ഡേ അമ്പുടി കുഞ്ഞി എന്ന് പറഞ്ഞു കയ്യിലൊരു ഉമ്മ തരാമെന്ന് ചോദിച്ചപ്പോൾ സന്തോഷം കൊണ്ട് ഉമ്മ ഇരുന്നാണ് കേട്ടോ കാണുന്നത്. അത് കഴിഞ്ഞതേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും അമ്പുടി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ മച്ചാനും പിള്ളേരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അക്കിക്കും കുഞ്ഞാറ്റയ്ക്കും അമ്പുടി കുഞ്ഞ് സന്തോഷത്തോടു കൂടി മിഠായിയും കൊടുത്തു കേട്ടോ. ഇതൊക്കെയാണ് കാണുന്നത്. അക്കച്ചിമാരുടെ വിഷ് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ബർത്ത്ഡേ അല്ലേ. അമ്പുടി കുഞ്ഞിൻ്റെ കൂടെ എപ്പോഴും ഉള്ള 2 പേരാണ് നമ്മുടെ കുഞ്ഞാറ്റയും കുഞ്ഞോളും. അങ്ങനെ ദേ അവർ രാവിലെ തന്നെ വിഷ് ചെയ്തിട്ട് സ്കൂളിൽ പോയിട്ടോ. പിന്നെ ദേ അമ്പുടി കുഞ്ഞ് എല്ലാവർക്കും മിഠായി കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അങ്ങനെ ദേ മിഠായിയൊക്കെ ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. അമ്പുടി കുഞ്ഞ് ദേ അമ്പുടി കുഞ്ഞിൻ്റെ കൂട്ടുകാർക്കൊക്കെ മിഠായി കൊടുക്കുകയാണ് കേട്ടോ. ഇത്താത്താക്കാണ് ആദ്യം മിഠായി കൊടുത്തത്. പിന്നെ ദേ അടുത്തുള്ള അമ്പുടി കുഞ്ഞിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയ കൂട്ടുകാരന് മിഠായി കൊടുക്കാനായിട്ട് പോവാട്ടോ. ഐതുക്കുട്ടനും അമ്പുടി കുഞ്ഞ് അങ്ങനെ ദേ മിഠായിയൊക്കെ കൊടുത്തു. അമ്പുടി കുഞ്ഞിന് വിഷും ചെയ്തു കേട്ടോ. ഭയങ്കര സന്തോഷമായി. സാധാരണ മിഠായി ഒന്നും ആർക്കും കൊടുക്കില്ലാത്ത ആളാണ്. ഇന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടി മിഠായിയൊക്കെ കൊടുത്തു കേട്ടോ. അടുത്ത ഇത്താത്താക്ക് ഇതേ മിഠായി കൊടുക്കാനായിട്ട് അമ്പുടി കുഞ്ഞ് പോകുന്നതാണ് കേട്ടോ. എന്തോ പുള്ളിക്കാരി ഇന്ന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ എല്ലാവർക്കും മിഠായി കൊടുക്കുന്നതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ. കാരണം എല്ലാവർക്കും വീഡിയോ വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇതേ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള എല്ലാവർക്കും തന്നെ മിഠായിയൊക്കെ കൊടുത്തിട്ട് ഇതേ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് കയറി വന്നു കേട്ടോ. അപ്പോൾ അതേ ജമീലാമ്മയാണെങ്കിൽ കുറച്ച് പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒത്തിരി ഉണ്ടാക്കണ്ട, കുറച്ചുണ്ടാക്കിയാൽ മതി എന്ന് വിചാരിച്ചാണ് കേട്ടോ. കാരണം നമ്മൾ ഉമ്മാടെയും വാപ്പാടെയും അടുത്ത് പോയി അവർക്ക് അമ്പുടി കുഞ്ഞിൻ്റെ ബർത്ത്ഡേ സ്പെഷ്യലൊക്കെ കൊടുക്കണമല്ലോ. അപ്പം നമ്മൾ രാവിലെ തന്നെ ഉമ്മാടെയും വാപ്പാടെയും അടുത്തോട്ട് പോവാണ്. അതിന് അമ്പുടി കുഞ്ഞിനെ റെഡിയാക്കി നിർത്തി വീഡിയോ എടുത്തപ്പോൾ ആദ്യം പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ദേ ഈ വീഡിയോയ്ക്ക് എനിക്ക് പോസ്റ്റ് ചെയ്ത് തന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സന്തോഷമൊക്കെ ആയിരുന്നു തോന്നുന്നു. അങ്ങനെ ദേ നമ്മൾ ഉമ്മാടെയും വാപ്പാടെയും അടുത്ത് പോവുകയാണ് ഓട്ടോ വണ്ടിയിൽ. അങ്ങനെ ദേ പെട്ടെന്ന് തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. വാപ്പാനെ കണ്ട വഴി അമ്പുടി കുഞ്ഞ് വാപ്പാക്ക് മിഠായിയൊക്കെ കൊടുത്തു കേട്ടോ. പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഉമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. ഉമ്മ തൊഴിലുറപ്പിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉമ്മാനെ തപ്പി അമ്പുടി കുഞ്ഞ് കുറേ നേരം നടന്നു. ഉമ്മ എന്തിയെന്ന് ചോദിച്ചു. ഉമ്മാനെ കാണാൻ നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നില്ല. കാരണം ഉമ്മ വൈകുന്നേരമായിരുന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ ദേ അമ്പുടി കുഞ്ഞിൻ്റെ അസിമൂത്താപ്പാക്കും കൊണ്ട് മിഠായിയൊക്കെ കൊടുത്തു. പായസം വാപ്പായോട് കുടിച്ചോളാനൊക്കെ പറഞ്ഞിട്ട് പയ്യെ മുറ്റത്തോട്ട് ഇറങ്ങി കേട്ടോ. അവിടെ കുറച്ച് നേരം അമ്പുടി കുഞ്ഞ് ദേ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കണയാണ് കാണുന്നത്. പിന്നെ ദേ ഉടുപ്പിൻ്റെ ഭംഗിയും നോക്കി ഉമ്മ നട്ടു വളർത്തി വെച്ച പൂക്കളൊക്കെ പറിച്ചുകൊണ്ട് അമ്പുടി കുഞ്ഞ് ദേ കുറച്ച് നേരം അതിലൂടെ ഓടിപ്പാഞ്ഞ് നടന്നു കേട്ടോ. അമ്പുടി കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. ആദ്യമൊക്കെ ഈ ഉടുപ്പിടാൻ കുറച്ച് മടിയായിരുന്നെങ്കിലും പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കണത് കൊണ്ട് പുള്ളിക്കാരിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. പിന്നെ ദേ കുറച്ച് നേരം പോപ്പോ വണ്ടിയിലൊക്കെ കയറി കേട്ടോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഓടിച്ചൊക്കെ കൊടുത്തു. അങ്ങനെ ദേ വണ്ടിയിലൊക്കെ കയറി കളിച്ചിട്ട് പയ്യെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വന്നു കേട്ടോ. അപ്പോഴാണ് രാവിലെ വാപ്പി ജോലിക്ക് പോകാൻ റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പി വീഡിയോ കോൾ ചെയ്യണം കേട്ടോ. അമ്പുടി കുഞ്ഞിന് കുറച്ച് പായസമൊക്കെ കൊടുത്ത് വാപ്പിയോട് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞു. അമ്പുടി കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് എത്താൻ പറ്റാത്തതിൽ ഷായിക്കാക്ക് നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് വീഡിയോ കോളിലൂടെ കണ്ട് ആസ്വദിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഈ തവണത്തെ ബർത്ത്ഡേ അങ്ങനെയാക്കി കേട്ടോ. പക്ഷേ നമുക്ക് ഒന്നാമത്തെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ വീട്ടിലെത്തിയ പാടെ നമ്മൾ അമ്പുടി കുഞ്ഞിൻ്റെ ഡ്രസ്സും മാറ്റി അമ്പുടി കുഞ്ഞിനെ ഒന്ന് റെഡിയാക്കി എടുത്തു കേട്ടോ. ഒത്തിരി മിഠായി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അമ്പുടി കുഞ്ഞ് ഇതേ മിഠായിയൊക്കെ ആസ്വദിച്ച് കഴിക്കാനാണ് കാണുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കിടന്നുകൊണ്ടും കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ദേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ അമ്പുടി കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ദേ അമ്പുടി കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ട ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ ഞാൻ സെറ്റ് ചെയ്തു കേട്ടോ. നമ്മൾ ആനിമൽസിൻ്റെ ഒരു തീമൊക്കെ ആയിരുന്നു കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്പുടി കുഞ്ഞിനാണെങ്കിലും ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്ന് കഴിയുമ്പോൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാകും എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അമ്പുടി കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഈ ബലൂണെല്ലാം ഞാൻ ഒരു വിധത്തിൽ അടുപ്പിച്ച് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ അമ്പുടി കുഞ്ഞ് ഉറങ്ങിക്കിടന്ന സമയത്ത് ഞാനാണെങ്കിൽ ഇതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നോ? എനിക്കാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത്രയിലും സെറ്റാകുമെന്ന് ഒട്ടും വിചാരിച്ചില്ല. ആ സമയം കൊണ്ട് ദേ നമ്മുടെ അമ്പുടി കുഞ്ഞ് ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ടുണ്ട്. പിന്നെ ദേ ഉള്ള ബലൂണെല്ലാം നിലത്ത് കിടക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ അമ്പുടി കുഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിട്ടോ. നമ്മൾ വൈകുന്നേരമാണ് കേക്കൊക്കെ മുറിക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ അമ്പുടി കുഞ്ഞിനാണെങ്കിലും അമ്പുടി കുഞ്ഞിൻ്റെ വാപ്പി ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈ പോപ്പോയാണ്. പിന്നെ നമ്മുടെ അമ്പുടി കുഞ്ഞിന് അക്കച്ചിയാണ്
ആണെങ്കിൽ ഉടുപ്പും വാങ്ങിച്ചു കൊടുത്തു കേട്ടോ. ഉടുപ്പ് കിട്ടിയതാണ് നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് ഒന്നുകൂടെ സന്തോഷമായിരുന്നു തോന്നുന്നു. വന്നപാട് ഉടുപ്പൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് കേട്ടോ. ഇതിന് കിട്ടുതാന്ന് കണ്ട പാടെ പറഞ്ഞു. അങ്ങനെ നമ്മുടെ അമ്പുടുക്കുഞ്ഞാണെങ്കിൽ അക്കച്ചി ഉടുപ്പൊക്കെ മേടിച്ചു കൊടുത്തത് ചാടി ഇടുന്നതാണ് കേട്ടോ കാണുന്നത്. പുള്ളിക്കാരിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനാണേലും ആദ്യം വിചാരിച്ചിരുന്നു ആ യെല്ലോ കളർ ഫ്രോക്ക് ഇട്ട് നമുക്കാണേലും കേക്ക് കട്ട് ചെയ്യാനൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഈ ഉടുപ്പിട്ട് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പറഞ്ഞു ഞാനിനി ഈ ഉടുപ്പ് ഊരൂലാന്ന്. അല്ലെങ്കിൽ നമ്മുടെ അമ്പുടുക്കുഞ്ഞ് അങ്ങനെയാണ് കേട്ടോ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞൊരു ഉടുപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ദിവസം ഫുൾ അതാണ് ഇടത്തുള്ളൂ. അങ്ങനെ ഇതാ ഉടുപ്പൊക്കെ ഇട്ട ഭംഗിയൊക്കെ ആസ്വദിച്ചു. പിന്നെ നമ്മുടെ അമ്പുടുക്കുഞ്ഞിന് വാപ്പി കൊടുത്തു വിട്ട പോപ്പോ ഇതാണ് കേട്ടോ. പോപ്പോയോട് വലിയ അട്രാക്ഷനൊന്നും ആദ്യം കാണിച്ചില്ല. പിന്നെ അതെല്ലാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം കയറിയൊക്കെ ഇരുന്ന് പുള്ളിക്കാരിക്ക് ചെറുതായിട്ട് പേടിയായിരുന്നു കേട്ടോ തന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് വന്നു. ഷായിക്കായും അപ്പോൾ വീഡിയോ കോളിൽ വിളിച്ചു കേട്ടോ. കേക്ക് കട്ട് ചെയ്ത് അമ്പുടുക്കുഞ്ഞിനെ അങ്ങനെ കൊടുത്തു. അൽഹംദുലില്ലാ. അതിനേക്കാളെല്ലാം ഉപരി സന്തോഷമായത് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പുടുക്കുഞ്ഞിനെ കേക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. തന്നെ ഒന്ന് മെനപണിയണം എന്നായിരുന്നു പുള്ളിക്കാരിയുടെ ആഗ്രഹം. അവളുടെ ദിവസമല്ലേ, അവൾ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ച് ആ കേക്ക് നമ്മുടെ അമ്പുടുക്കുഞ്ഞിനെ അങ്ങ് വിട്ടുകൊടുത്തു വിട്ടത്. അമ്പുടുക്കുഞ്ഞ് അങ്ങ് ആഘോഷിച്ച് കേക്ക് കട്ട് ചെയ്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. സ്വന്തം ബർത്ത്ഡേ ഞാൻ ആഘോഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാഘോഷിക്കാനല്ലേ. അങ്ങനെ അമ്പുടുക്കുഞ്ഞിൻ്റെ 2ാം വയസ്സിലെ ബർത്ത്ഡേ അമ്പുടുക്കുഞ്ഞ് തന്നെ കേക്ക് മുറിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചു കേട്ടോ. അപ്പോൾ അമ്പുടുക്കുഞ്ഞിൻ്റെ കുഞ്ഞ് ബർത്ത്ഡേ വ്ളോഗ് ഇതാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ.